നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 3 വ്യാഴം. ഘാനയിൽ പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പ്. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന് തുടക്കമിട്ട് ഘാനയിലെ അക്രയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മളമായ സ്വീകരണം. 3 പതിറ്റാണ്ടിനു ശേഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഘാനയിലെത്തുന്നത്. 5 രാജ്യങ്ങളിലെ സന്ദർശനം ജൂലൈ 9 പൂർത്തിയാകും. 10 വർഷത്തിനിടെ മോദിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശ പര്യടനങ്ങളിലൊന്നാണിത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പേര് വിവാദത്തിൽ തീരുമാനമെടുക്കും മുമ്പ് സിനിമ കണ്ടു വിലയിരുത്താൻ ഹൈക്കോടതി തീരുമാനിച്ചു. ശനിയാഴ്ച രാവിലെ 10 പാലാരിവട്ടത്തെ സ്വകാര്യ സ്റ്റുഡിയോയിൽ പ്രത്യേക പ്രദർശനമൊരുക്കും. സെൻസർ സർട്ടിഫിക്കറ്റ് വൈകുന്ന ഓരോ ദിവസത്തെയും നഷ്ടം വലുതാണെന്ന് നിർമ്മാതാക്കളായ കോസ്മോ എന്റർടൈൻമെന്റ്സിന് വേണ്ടി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ അറിയിച്ച സാഹചര്യത്തിലാണ് സിനിമ കാണാൻ ജസ്റ്റിസ് എൻ നാഗരേഷ് തീരുമാനിച്ചത്. കേസിലെ കക്ഷികളുടെ പ്രതിനിധികൾക്കും സിനിമ കാണാമെന്ന് കോടതി വ്യക്തമാക്കി. ഡോക്ടർ ഹാരിസിനെതിരെ സംഘടിത വിമർശനം. മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ ഡോക്ടർ CH ഹാരിസിനെ മുഖ്യമന്ത്രി വിമർശിച്ചതിന്റെ ചുവട് പിടിച്ച് മന്ത്രിമാരും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ചേർന്ന് സംഘടിത ആക്രമണത്തിന് തുടക്കമിട്ടു. മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തലിൽ വേദനയില്ലെന്നും അദ്ദേഹം ഗുരുതുല്യനാണെന്നും നടപടിയുണ്ടാകുമെന്ന് കരുതിയുള്ള പ്രൊഫഷണൽ സൂയിസൈഡാണ് താൻ നടത്തിയതെന്നും ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചു. സംസ്ഥാന കേഡറിൽ പങ്കാളിത്ത പെൻഷന് കീഴിലുള്ള IAS, IPS, IFS ഉദ്യോഗസ്ഥർക്ക് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ഏകീകൃത പെൻഷൻ സ്കീമിലേക്ക് മാറാൻ അവസരമൊരുക്കി ധനവകുപ്പിന്റെ ഉത്തരവ്. ഇതോടെ വിരമിക്കുമ്പോൾ ഇവർക്ക് ശമ്പളത്തിന്റെ പകുതിയോളം തുക പെൻഷൻ ലഭിക്കും. ഫണ്ടിന്റെ വളർച്ചയ്ക്കനുസരിച്ച് മാത്രം പെൻഷൻ തുക നിശ്ചയിക്കുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതി ആകർഷകമല്ലാത്തതിനാൽ മിക്ക സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും UPSലേക്ക് മാറാനാണ് സാധ്യത. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. കേരളം കടമെടുക്കുന്നതിനെതിരെ കേന്ദ്ര സർക്കാർ പിടിമുറുക്കിയതോടെ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ഇതിനുള്ള വിജ്ഞാപനം ഇറക്കാൻ മന്ത്രിസഭായോഗം ധനവകുപ്പിന് അനുമതി നൽകി. സംസ്ഥാന സർക്കാരിന്റെ ഗ്യാരണ്ടിയിന്മേൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് എടുക്കാവുന്ന വായ്പയും മറ്റു ബാധ്യതകളും അവർ തിരിച്ചടച്ചില്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള കരുതൽ ഫണ്ടാണ് GRF. ഓരോ വർഷവും ഫണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ നിശ്ചിത തുക നിക്ഷേപിക്കണം. 5 വർഷം കൊണ്ട് ഫണ്ടിലെ തുക ആകെ ഗ്യാരണ്ടിയുടെ 5% കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് രാജ്ഭവനിലേക്ക് രാത്രി SFIയും DYFIയും നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ബാരിക്കേഡ് ഭേദിച്ച് DYFI പ്രവർത്തകർ രാജ്ഭവൻ ഗേറ്റിന് സമീപമെത്തി. ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് വാനിൽ കയറ്റിയ പ്രവർത്തകരെ ജില്ലാ ഭാരവാഹികൾ ഇടപെട്ട് ബലമായി പിടിച്ചിറക്കി. ഇന്നലെ രാത്രി 9ഓടെയാണ് സമരം ആരംഭിച്ചത്. ഇസ്രയേൽ 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിന് സമ്മതിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു US സന്ദർശിക്കാനിരിക്കെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇസ്രയേൽ ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കുമെങ്കിൽ മാത്രം കരാറിനോട് സഹകരിക്കുമെന്ന നിലപാടാണ് ഹമാസ് ആവർത്തിച്ചത്. അറബിക്കടലിൽ തീപിടിച്ച സിംഗപ്പൂർ ചരക്ക് കപ്പൽ വാൻഹായിയെ ഇന്ത്യൻ സമുദ്ര സാമ്പത്തിക മേഖലയ്ക്ക് പുറത്തെത്തിച്ചു. ഇന്നലെ രാത്രി 11 മണിയോടെ ടക് കപ്പലിനെ കെട്ടിവലിച്ച് കന്യാകുമാരിക്കും മാലദ്വീപിനും ഇടയിലായി ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിന് പുറത്തെത്തിച്ചത്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് 125 നോട്ടിക്കൽ മൈൽ അകലെയാണിപ്പോൾ കപ്പൽ. മാലദ്വീപിന് തീരത്ത് നിന്നും ഏതാണ്ട് ഇത്ര തന്നെ അകലെയാണ് കപ്പലിന്റെ സ്ഥാനം. കാലാവസ്ഥ ഏറെക്കുറെ അനുകൂലമായതോടെ കപ്പൽ വലിച്ചു നീക്കുന്നതിനുള്ള വേഗവും വർദ്ധിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ അടിസ്ഥാന വിഷയങ്ങളിലെ പഠന നിലവാരം അളക്കുന്ന നാഷണൽ അച്ചീവ്മെന്റ് സർവേയിൽ കേരളത്തിൻ്റേത് മികച്ച പ്രകടനം. മിക്ക വിഷയങ്ങളിലും ദേശീയ ശരാശരിയേക്കാൾ ഏറെ മുകളിലാണ് കേരളത്തിലെ കുട്ടികൾ. 3, 6, 9 ക്ലാസുകളിലെ വിദ്യാർത്ഥികളിലായി ഭാഷ, ഗണിതം, പരിസര പഠനം, ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങളിലാണ് സർവേ നടത്തിയത്. ഓഫീസ് സമയങ്ങളുൾപ്പെടെ തിരക്കേറിയ നേരത്ത് ഇരട്ടിയോളം നിരക്ക് ഈടാക്കാൻ ഓല, ഊബർ തുടങ്ങിയ ഓൺലൈൻ ടാക്സി കമ്പനികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി. ഡിമാൻഡ് കുറവുള്ള സമയത്ത് അടിസ്ഥാന നിരക്കിന്റെ 50% നിരക്ക് കുറയാം. എന്നാൽ പീക്ക് സമയത്ത് അടിസ്ഥാന നിരക്കിന്റെ 200% വരെ കൂട്ടാനാണ് അനുമതി. 3 കിലോമീറ്റർ താഴെയാണെങ്കിൽ അധിക നിരക്ക് ഈടാക്കാൻ പാടില്ലെന്നും ചട്ടമുണ്ട്. ഗുണ്ടകളെ പിടികൂടാൻ പോകുമ്പോൾ പിസ്റ്റൾ കയ്യിൽ കരുതണമെന്നും മാരകായുധങ്ങളുമായി പോലീസിനെ ആക്രമിക്കാൻ തയ്യാറായാൽ അവരെ കീഴ്പ്പെടുത്താനും സ്വയരക്ഷയ്ക്കും വെടിവയ്ക്കാൻ മടിക്കേണ്ടെന്നും പോലീസിന് നിർദ്ദേശം. നിയമപ്രകാരം ഇത്തരം അവസരങ്ങളിൽ പിസ്റ്റൾ ഉപയോഗിക്കാമെങ്കിലും പോലീസിൽ അത് കീഴ്വഴക്കമായിരുന്നില്ല. ജനങ്ങളുടെ രക്ഷയ്ക്കും സ്വയരക്ഷയ്ക്കും പോലീസിന് പിസ്റ്റൾ ഉപയോഗിക്കാമെന്നും
പോലീസിനെ ആക്രമിച്ചാൽ കടുത്ത ശിക്ഷ അപ്പോൾ തന്നെ കൊടുക്കുമെന്നും ക്രമസമാധാന ചുമതലയുള്ള ADGP വെങ്കടേഷ് പറഞ്ഞു. കോവിഡിന് ശേഷം ചെറുപ്പക്കാരിൽ ഹൃദയാഘാത മരണങ്ങൾ വർദ്ധിക്കുന്നതിന് കോവിഡ് വാക്സിനുമായി ബന്ധമില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവർത്തിച്ചു. ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയാണ് വിശദീകരണം. കർണാടകയിലെ ഹാസൻ ജില്ലയിൽ 40 ദിവസത്തിനിടെ 21 പേർ ഹൃദയാഘാതം മൂലം മരിച്ചതിൽ കോവിഡ് വാക്സിന്റെ പങ്ക് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അന്വേഷണം പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. ഇന്ത്യയിലാകെ ടാപ്പ് ചെയ്യാതെ കിടക്കുന്ന 2 ലക്ഷം ഹെക്ടർ റബ്ബർ തോട്ടങ്ങളിൽ ഉൽപ്പാദനം നടത്താൻ സ്റ്റാർട്ടപ്പ് കമ്പനികൾ രംഗത്ത് വരണമെന്ന് ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ. സ്വാഭാവിക റബ്ബർ ഉൽപ്പാദനത്തിൽ കാര്യമായ വർധന വരുത്താൻ ഇതാണ് ഏറ്റവും എളുപ്പമാർഗം. കേരളത്തിൽ ഉൽപ്പാദനമില്ലാതെ 1 ലക്ഷം ഹെക്ടർ റബ്ബർ തോട്ടം ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ടയർ കയറ്റുമതി കഴിഞ്ഞ വർഷം 9% വർദ്ധിച്ച് 2551 കോടി രൂപ മൂല്യത്തിലെത്തിയിട്ടുണ്ട്. റബ്ബർ വ്യവസായത്തിന് വർഷം 12% വളർച്ചാ നിരക്കുമുണ്ട്. ഇന്ത്യൻ ടയറുകളിൽ 60% സ്വാഭാവിക റബ്ബറാണ് ഉപയോഗിക്കുന്നത്. അയ്യമ്പുഴയിലെ നിർദ്ദിഷ്ട ഗ്ലോബൽ സിറ്റി പദ്ധതി കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി സംസ്ഥാനം വീണ്ടും കേന്ദ്ര സർക്കാരിനെ സമീപിച്ചേക്കും. വൻകിട പദ്ധതിയായ വ്യവസായ ഇടനാഴിയിൽ ഉൾപ്പെട്ടാൽ ഗ്ലോബൽ സിറ്റി ആഗോള ഹൈടെക് വ്യവസായ നഗരമായി വളരാനുള്ള സാധ്യത പരിഗണിച്ചാണിത്. GST സമ്പ്രദായം നിലവിൽ വന്ന് 8 വർഷമാകുമ്പോൾ അതിന്റെ ഗുണങ്ങൾ ചെറുകിട വ്യാപാരികൾക്ക് ലഭിച്ചിട്ടില്ലെന്നും വൻകിടക്കാരെ മാത്രം സഹായിക്കുന്നതാണെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര അഭിപ്രായപ്പെട്ടു. ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.